2024 ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ലോക്സഭയിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബഡ്ജറ്റ് വളരെ നിരാശാജനകവും സാധാരണക്കാരെയും അതോടൊപ്പം തന്നെ യുവാക്കളെയും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുൾപ്പെടെ ഉള്ളവരെയെല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വിലക്കയറ്റത്തെക്കുറിച്ച് യാതൊന്നും ഈ ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടില്ല. തൊഴിലില്ലായ്മ പരിഹരിക്കുവാനുള്ള എന്തെങ്കിലും പദ്ധതികൾ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കൃഷിക്കാർക്കും ദുർബല ജനവിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഏതെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിച്ചതായിട്ട് കാണുന്നില്ല. ഇന്ന് നിർമ്മല സീതാരാമൻ നടത്തിയ ബജറ്റ് പ്രസംഗം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ അവർ നടത്തിയ ബഡ്ജറ്റ് പ്രസംഗങ്ങളുടെ ഒരു തനിയാവർത്തനമാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ, പ്രധാനമന്ത്രിയുടെ പേരിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളും അതോടൊപ്പം തന്നെ അതിനു മുമ്പ് നടപ്പാക്കിയ പദ്ധതികളുമൊക്കെ തന്നെ വീണ്ടും വായിച്ച് പോവുക എന്നല്ലാതെ പുതിയ പദ്ധതികളൊന്നും ഇന്നത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലുണ്ടായില്ല. സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ എന്തെങ്കിലുമൊക്കെ പുതുമയുണ്ടാകും, എന്തെങ്കിലുമൊക്കെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും. പക്ഷേ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഒരു പദ്ധതി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഒരു സഹായം കൊടുത്തില്ലെങ്കിലും ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ വിജയം നേടുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും മറന്നുകൊണ്ടുള്ള ഇതൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇത് വെറും ഒരു ചെപ്പടി വിദ്യയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാ മേഖലയിലും ഈ ഗവൺമെൻറ് പുറകോട്ട് പോയിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുക. അതുകൊണ്ട് ഇൻകം ടാക്സിൽ പോലും ഇളവ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഗ്യാസിൻ്റെ വില ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഗ്യാസിൻ്റെ വില കുറച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് കർഷകർക്ക് ആശ്വാസകരമായ ഒരു നടപടിയും പ്രഖ്യാപിച്ചില്ല. ദളിത് വിഭാഗങ്ങൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങൾക്കും ഗുണകരമായ ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ബഡ്ജറ്റ് അല്ല എന്നുള്ളതാണ്. കഴിഞ്ഞകാല ബഡ്ജറ്റുകളുടെ തനിയാവർത്തനം മാത്രമാണ് നടത്തിയിരിക്കുന്നത്. ഇത് മൂലം ഒരു പ്രയോജനവും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് വസ്തുത.